ഹായ് ഗായ്സ്, അഖിൽ ബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടും പോരാട്ടമാണ് ഹോസ്റ്റ് നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണുള്ളത്. ഈ 7 മത്സരാർത്ഥികളിൽ ഒരു 3 മത്സരാർത്ഥികൾ ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ ഇടപെട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ നിങ്ങൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങൾ ആർക്കാണെന്ന് വോട്ട് ചെയ്തെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയുടെ പൊസിഷൻ യാതൊരു മാറ്റവും യാതൊരു കുലുക്കവും ഇല്ല. 1,20,241 കൂറ്റൻ വോട്ട് നേടിയാണ് ജിൻഡോ തൻ്റെ പൊസിഷൻ സുരക്ഷിതമാക്കി 1ാം പൊസിഷൻ തന്നെ നിലകൊള്ളുന്നത്. 2ാം പൊസിഷനിൽ സിജോയാണ് തുടരുന്നത്. സിജോയും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് ബെറ്ററായിട്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സിജോയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 97,600 വോട്ട് നേടി 2ാം പൊസിഷൻ തന്നെ തുടരുകയാണ്. 3ാം പൊസിഷനിൽ ശ്രീധു തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ 2ാം പൊസിഷനിലായിരുന്ന ശ്രീധു പിന്നീട് പിന്നിലേക്ക് പോയി. പിന്നെ മുന്നിലോട്ട് കയറി വരാൻ സാധിച്ചിട്ടില്ല ശ്രീധുവിന്. ഇപ്പോൾ 95,315 എന്ന വോട്ട് നേടി തൻ്റെ 3ാം പൊസിഷനിൽ സുരക്ഷിതമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ശ്രീധു. 4ാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റമില്ലാണ്ട് തുടരുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്സര. തുടക്കം മുതലേ 4ാം പൊസിഷനിലായിരുന്നു. വോട്ടിങ്ങിൽ ഒരു താരതമ്യേന കുഴപ്പമില്ലാത്തൊരു വോട്ടിങ്ങുമായിട്ട് മുന്നേറുകയാണ്. ഇപ്പോൾ സേഫ് ആണെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 85,100 വോട്ട് നേടി 4ാം പൊസിഷനിലാണുള്ളത്. 5ാം പൊസിഷനിൽ നന്ദന തന്നെയാണ് തുടരുന്നത്. ഇന്നലെ 5ാം പൊസിഷനിലേക്ക് കയറി വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലേക്ക് പിന്നിലേക്ക് പോയിട്ടില്ല. എന്നിരുന്നാൽ കൂടെ വളരെ ഒരു ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നന്ദന 5ാം പൊസിഷനിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ് നന്ദനയ്ക്ക്. 6ാം പൊസിഷനിൽ ശരണ്യയാണ് തുടരുന്നത്. ശരണ്യ ഒരു വമ്പിച്ചൊരു മുന്നേറ്റം തുടക്കത്തിൽ നടത്തിയെങ്കിലും പിന്നീട് പുറകിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിലാണ് 6ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് ശരണ്യയ്ക്ക് വളരെ നിർണായകമാണ്. 7ാം പൊസിഷനിലുള്ളത് ശ്രീരേഖയാണ്. ശ്രീരേഖയ്ക്കാണ് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത്. ശ്രീരേഖയായിരിക്കും ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ. എന്നിരുന്നാൽ കൂടെ നമുക്ക് വരും മണിക്കൂറിലുള്ള വോട്ടിംഗ് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ഇപ്പോൾ ശ്രീരേഖയ്ക്ക് 68,300 വോട്ട് നേടി 7ാം പൊസിഷനിലാണുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്